പ്രിയപ്പെട്ട കുട്ടികൾ, കഴിഞ്ഞ കുറേ സെഷനുകളായിട്ട് ഓപ്റ്റിക്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്റ്റിക്സ് സ്റ്റഡി ഓഫ് ലൈറ്റ്. ലൈറ്റിനെ കുറിച്ചുള്ള പഠനത്തെ, ഗവേഷണത്തെ ഇറ്റ് ഈസ് കോൾഡ് ഓപ്റ്റിക്സ്. ലൈറ്റ് എന്ന ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് തിയറീസ് ലോകത്ത് ഡെവലപ്പ് ചെയ്തു. ലൈറ്റ് എന്ന ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്ന പ്രധാനപ്പെട്ട 3 തിയറീസ് ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കോപ്പർസ്കുലർ തിയറി പ്രപ്പോസ്ഡ് ബൈ ന്യൂട്ടൺ. ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്ന ഏറ്റവും ആദ്യത്തെ തിയറി അത് കണികാ സിദ്ധാന്തം, ന്യൂട്ടൺ. ലൈറ്റ് ഈസ് പ്രോപ്പഗേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ടൈനി ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് കാൾഡ് കോപ്പസൽസ്. കോപ്പസൽസ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മങ്ങളായ കണികളുടെ പ്രവാഹമാകുന്നു ലൈറ്റ്. ലൈറ്റിന്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനം എന്ന ഫിനോമിന, ലൈറ്റിന്റെ റിഫ്രാക്ഷൻ, നിങ്ങൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചിരിക്കുന്ന റിഫ്രാക്ഷൻ എന്ന ഫിനോമിന, ഇതെല്ലാം ഈ കോപ്പർസ്കുലർ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ പല തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും ലൈറ്റ് കാണിക്കുന്ന പല സ്വഭാവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഈ തിയറി പരാജയപ്പെട്ടു. ഉദാഹരണത്തിന്, ലൈറ്റ് ഒരു സ്മോൾ ഒബ്സ്റ്റക്കിളിനെ, തടസ്സത്തെ ബേസ് ചെയ്ത് വളഞ്ഞു സഞ്ചരിക്കുന്ന ഫിനോമിന ഉണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ, ഇന്റർഫറൻസ് എന്ന ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ, നമ്മളൊരു വെള്ളത്തിന്റെ സർഫസിൽ കെറോസിൻ ഒഴിച്ചു, അത് സൂര്യപ്രകാശത്തിൽ കളർഫുൾ ആയിട്ട് കാണും നമുക്ക്. ഇറ്റ് ഈസ് കോൾഡ് ഫിനോമിന ഇന്റർഫറൻസ് എന്ന ഫിനോമിനോടെ സംഭവിക്കുന്നത്. എന്താ ഇന്റർഫറൻസ് ഫിനോമിന കാരണം? ഡിഫ്രാക്ഷൻ ഫിനോമിന കാരണം ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കോപ്പർസ്കുലർ തിയറി വിജയിച്ചില്ല. അതിനുശേഷം വന്നു ക്രിസ്റ്റ്യൻ ഹൈജിന്റെ വേവ് തിയറി. ക്രിസ്റ്റ്യൻ ഹൈജിൻസ് വേവ് തിയറി പ്രപ്പോസ്ഡ് ബൈ ക്രിസ്റ്റ്യൻ ഹൈജിൻസ്. ലൈറ്റ് ഈസ് പ്രോപ്പഗേറ്റഡ് ഇൻ ദ ഫോം ഓഫ് വേവ്സ്. ലൈറ്റ് തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഇന്റർഫറൻസ് എന്ന ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഡിഫ്രാക്ഷൻ എന്ന ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ വേവ് തിയറിന് കഴിഞ്ഞു. പക്ഷേ ലൈറ്റിന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഈ വേവ് തിയറിയും കൊമ്പുകുത്തി. എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെയാണ് 1900 ക്വാണ്ടം തിയറി വന്നു, പ്രപ്പോസ്ഡ് ബൈ മാക്സ് പ്ലാങ്ക്. In 1900, Max Planck proposed the quantum theory. Light is propagated in the form of energy packets called the photons. Photons എന്നറിയപ്പെടുന്ന, ക്വാണ്ട എന്നറിയപ്പെടുന്ന എനർജി പാക്കറ്റിന്റെ പ്രവാഹമാകുന്നു ലൈറ്റ്. പ്രപ്പോസ്ഡ് ബൈ മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്കിന്റെ തിയറി കൂടെ എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ലൈറ്റ് ഒരു സോഡിയം, സീസിയം തുടങ്ങിയ മെറ്റാലിക് സർഫസ് ലൈറ്റ് വീഴുമ്പോൾ ഇലക്ട്രോൺ എമേർജ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഇമിറ്റ് ചെയ്യുന്ന ഫിനോമിന ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ സെല്ലിന്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആക്ച്വലി അത്. ഈ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വാണ്ടം തിയറിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പൊ ലൈറ്റ് എന്ന ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്ന 3 തിയറീസ്, ഇമ്പോർട്ടന്റ് ആയ 3 തിയറീസ് ഞാൻ പറഞ്ഞേ. ഈ തിയറിയുടെ പ്രത്യേകത, ഓരോ തിയറി കൊണ്ട് ഓരോ ലൈറ്റ് കാണിക്കുന്ന ഒരുപാട് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നു. അതിനർത്ഥം ചില ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കോപ്പർസ്കുലർ തിയറി, ചില ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വേവ് തിയറി, ചില ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ക്വാണ്ടം തിയറി. അതെന്താ അങ്ങനെ? ലൈറ്റ് എന്ന ഫിനോമിനെ കുറിച്ച് ഇന്നും ഭൗതിക ശാസ്ത്രത്തിന്, ഫിസിക്സിന്, ലോകത്തിന് വ്യക്തമായ ധാരണ വന്നിട്ടില്ല. ലൈറ്റ് എന്താണെന്ന്, ദൈവത്തിന്റെ പ്രധാനപ്പെട്ട സൃഷ്ടിയായ ലൈറ്റിനെ കുറിച്ച് ഇനി ഒരു എക്സ്പ്ലനേഷൻ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇനിയും ഗവേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന ദ മിസ്റ്ററി ബിഹൈൻഡ് ലൈറ്റ് ഈസ് സ്റ്റിൽ ടു ബി ഡിസ്ക്ലോസ്ഡ്. ലൈറ്റ് എന്ന ഫിനോമിന ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യപ്പെടേണ്ടിയിരിക്കും എന്നർത്ഥം. അതിന്റെ നിഗൂഢത ഇനിയും മറന്നേക്ക് വന്നിട്ടില്ല. ഈ ലോകത്ത് ലൈറ്റ് എന്ന ഫിനോമിന ഉള്ളത് കൊണ്ടാണ് വിഷൻ എന്ന ഫിനോമിന, സെൻസേഷൻ ഓഫ് വിഷൻ, കാഴ്ച എന്ന സംഭവം ഈ ലോകത്ത് സംഭവമാകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് വിഷൻ ആൻഡ് ദിസ് കളർഫുൾ വേൾഡ്. ഈ ലോകത്തിന്റെ കളർഫുൾ വേൾഡിൽ എന്താണ് ലൈറ്റിന്റെ പ്രസക്തി? ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് വി ആർ സീയിങ്. ആകാശത്തൊക്കെ മഴവില്ല് കാണുന്നു. ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. ഒരു വസ്തുവിലേക്ക് നോക്കുന്ന സമയത്ത് മഞ്ഞായി തോന്നുന്നു, ചില വസ്തുവിലേക്ക് നീലായി തോന്നുന്നു. പല കളേഴ്സിൽ കളർഫുൾ വേൾഡുകൾ കാണുന്നു. ഈ ഫിനോമിനകളെ കാരണം എന്ത് എന്നാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിഷൻ ആൻഡ് ദിസ് വിഷൻ ആൻഡ് ദ കളർഫുൾ വേൾഡ്.
ഈ ടോപ്പിക്കിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട വിഷൻ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നേരത്തെ നിങ്ങൾ ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കണ്ണിന്റെ സ്ട്രക്ചർ അവിടെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് കണ്ണിന്റെ സ്ട്രക്ചർ, ജസ്റ്റ് മെയിൻ പോയിന്റ്സ് ഒന്നും ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യും. സി, നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ണിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം ത്രൂ വിച്ച് ലൈറ്റ് ഈസ് എന്ററിംഗ് ഇൻ യുവർ ഐ ഈസ് കോൾഡ് കോർണിയ. ഔട്ടർമോസ്റ്റ് ലെയർ ത്രൂ വിച്ച് ലൈറ്റ് ഈസ് എന്ററിംഗ്. കോർണിയയുടെ കടന്നിരുന്ന മുഴുവൻ പ്രകാശത്തെയും ലൈറ്റിനെയും ഒരിക്കലും കണ്ണ് ഉള്ളോട്ട് കരുതുന്നില്ല. കണ്ണില്ലാതെ കണ്ണ് ചീത്തയായി പോകും. അതുകൊണ്ട് ലൈറ്റ് കൺട്രോൾ ചെയ്ത് അകത്തേക്ക് വിടണം. കൺട്രോൾ ചെയ്യാൻ വേണ്ടി pupil narrowly open during bright light. പുറത്തല്ല ബ്രൈറ്റ് ലൈറ്റിന്റെ സമയത്ത് അത് കുറച്ചേ ഷട്ടർ ഓൺ ചെയ്ത് പോകും. ഇറ്റ് ഈസ് വൈഡ്ലി ഓപ്പൺ, പരമാവധി ഓപ്പൺ ചെയ്ത് വെക്കും. ഡ്യൂറിംഗ് ഡീം ലൈറ്റ്, പരമാവധി ലൈറ്റ് വരേണ്ടത് അതിനു വേണ്ടി. അതുകൊണ്ടാണ് നമ്മളൊരു റൂമിൽ ഇരിക്കുന്നു, നല്ല ലൈറ്റ് ഉണ്ട്, പെട്ടെന്ന് ഡാർക്ക്നെസ് ആയി, കറണ്ട് പോയി, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തു, ഡാർക്ക്നെസ് ആയി, കുറച്ച് സമയത്ത് നമുക്ക് ഒന്നും കാണൂല. കാരണം ഈ ബ്രൈറ്റ് ലൈറ്റിൽ ഈ പ്യൂപ്പിൾ പരമാവധി വളരെ കുറച്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നുള്ളൂ. കറണ്ട് പോകുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്യാൻ അല്പം സമയം എടുക്കും. എങ്ങനെയെങ്കിലും ലൈറ്റ് വന്നാലേ ഒബ്ജക്റ്റ് കാണുള്ളൂ. അപ്പൊ അത് ഓപ്പൺ ചെയ്യാൻ അല്പം സമയം എടുക്കും. ആ സമയത്തേക്ക് നമുക്ക് ഒന്നും കാണില്ല. നമ്മൾ ഡാർക്ക് റൂമിൽ നിൽക്കുന്നു, ഒരു ഇരുട്ട് റൂമിൽ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ഈ ഷട്ടർ പരമാവധി, പൂപ്പിളുന്ന ഷട്ടർ പരമാവധി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനത് എങ്ങനെ ലൈറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോഴാണ് ലൈറ്റിംഗ് ഓൺ ആക്കിയത്. നമ്മുടെ കണ്ണറിയാതെ ക്ലോസ് ചെയ്യും, റിഫ്ലക്സ് ആക്ഷൻ. എന്താ കാരണം? ഇത് പരമാവധി ഓപ്പൺ ചെയ്തിരിക്കാം. ലൈറ്റ് ഇടിച്ചങ്ങ് കയറും, കണ്ണെന്ത് ചെയ്യും, താങ്ങാൻ കഴിയില്ല. അത് ക്ലോസ് ചെയ്യാൻ അല്പം സമയം എടുക്കും. ആ സമയം വരെ നമുക്ക് കണ്ണിന് ഇറിറ്റേഷൻ, ബുദ്ധിമുട്ട് തോന്നും, പിന്നെ റെഡി. സോ പ്യൂപ്പിളിന്റെ ഈ ആക്ഷൻ ഇറ്റ് ഇസ് റെഗുലേറ്റഡ് ബൈ, കൺട്രോൾഡ് ബൈ ഐറിസ്, IRIS, iris. The action of pupil is regulated and controlled by iris. അങ്ങനെ പ്യൂപ്പിളിലൂടെ കടന്നു വരുന്ന ലൈറ്റ് എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു, കടത്തിവിടുന്നു കോൺവെക്സ് ലെൻസിലൂടെ. കോൺവെക്സ് ലെൻസ് ഇസ് എ ലിക്വിഡ് ലെൻസ്. ലിക്വിഡ് അത് ജലാറ്റിൻ സൊല്യൂഷൻ ഉണ്ടാക്കിക്കുന്ന ലെൻസ്. കോൺവെക്സ് ലെൻസിലൂടെ എന്ത് ചെയ്യുന്നു? അത് കൺവേർട്ട് ചെയ്യുന്നു ത്രൂ ദ സ്ക്രീൻ. ഏതാ സ്ക്രീൻ? റെറ്റിന. ദ സ്ക്രീൻ. ഈ റെറ്റിനയിൽ ഇൻവേർട്ടഡ് ഇമേജാ വരിക. ഒരു കോൺവെക്സ് ലെൻസ് ഫോൺ ചെയ്ത ഇമേജ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻവേർട്ട് തലകുത്തലുള്ള ഇമേജാ വരിക. നമ്മൾ കാണുന്ന നേരെയുള്ള ഇമേജാണ്. അപ്പൊ കാണിക്കുന്ന ആക്ച്വലി റെറ്റിനയും കണ്ണൊന്നുമല്ല, മറിച്ച് ആ റെറ്റിന വീഴുന്ന ലൈറ്റിന് കറസ്പോണ്ടിങ് ആ ഇലക്ട്രിക്കൽ പൾസ്, ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? ആ ലൈറ്റ് ഇലക്ട്രിക്കൽ എനർജി മാറ്റുന്നു എന്നർത്ഥം. എന്നിട്ട് ആ ഇലക്ട്രിക്കൽ എനർജി ആവേഗങ്ങൾ ഓപ്റ്റിക്കൽ നെർവ്സിലൂടെ ഹെഡ് ഓഫീസിലേക്ക് പോകുന്നു. ഹെഡ് ഓഫീസ് പറയുന്നു കണ്ടോളൂ. കാഴ്ച എന്ന ഫിനോമിനക്ക് കാരണക്കാരൻ ശരിക്കും ബ്രെയിനാണ്. ആ ലൈൻ കട്ടായാൽ, ഏതായത് ഓപ്റ്റിക്കൽ നെർവ് കട്ടായില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ കേന്ദ്ര കമ്മിറ്റിക്ക് വിവരം പോകണം, ആവേഗങ്ങൾ പാസ് ചെയ്യണം. കണ്ണ് നമ്മളിങ്ങനെ അവിടുത്തെ സമയത്ത് ചപ്പിപ്പോവില്ല, ഡീഫോർമേഷൻ സംഭവിക്കരുത്. അതിനുവേണ്ടി ടു സൊല്യൂഷൻ എന്തായി? കണ്ണിനത് 2 സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് അക്വസ് ഹ്യൂമർ, 2 വിട്രിയസ് ഹ്യൂമർ. The solution between cornea and the lens is aqueous humor, and that between lens and the retina is called vitreous humor. ഇതിനകത്ത് 2 ഫംഗ്ഷൻ ആയിട്ടുള്ള, ഒന്ന് കണ്ണിന്റെ പ്രഷർ ബാലൻസ് ചെയ്യണം, 2 കണ്ണിനൊരു ഷേപ്പ് കൊടുക്കണം. ഈ 2 ചെയ്യുന്നത് ഈ ഉള്ളിലെ സൊല്യൂഷനാണ്. കണ്ണ് ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. യുണീക്ക് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഹാവിംഗ് നോ ഈക്വൽ. ഇതിനോട് കമ്പയർ ചെയ്യാൻ ലോകത്ത് ഒരു ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റും ഇല്ല. അത്രയും സുന്ദരമായ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൾമൈറ്റി. ഈ കണ്ണിന്റെ ഡിഫക്ട്സ് എന്ത്? അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. കണ്ണിന്റെ ഡിഫക്ട്സ് പറയുന്നതിന് മുമ്പ് ഒരു 4 ടേംസ് നമ്മൾ പരിചയപ്പെടുന്നു. നമ്പർ 1, നമ്മളിപ്പോൾ വായിക്കുന്ന സമയത്ത്, ഞാൻ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ വായിക്കാറുണ്ട്. പെട്ടെന്ന് കാണട്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെയും കാണിക്കാറുണ്ട്. ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ, മിനിമം ഡിസ്റ്റൻസിലാണ് കീപ്പ് ചെയ്യാം. മിനിമം ഡിസ്റ്റൻസ് ഓഫ് an object that can be clearly and distinctly seen by the eye. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു മിനിമം ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് വെക്കുന്ന മിനിമം ദൂരത്തെ, ഇറ്റ് ഈസ് കോൾഡ്
near point of the eye, or otherwise called least distance of distinct vision. എന്താ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാല് minimum distance of an object from the eye that can be clearly and distinctly seen by the eye is called near point of the eye. നമ്മുടെ ഒബ്ജക്റ്റ് ദൂരെയുള്ള ഒബ്ജക്റ്റ് കാണാൻ കഴിയും. എത്രയോ ദൂരെ പോകുന്ന വിമാനം കാണാൻ കഴിയുന്നുണ്ട്. 10, 200, 300 മീറ്റർ ആളം അടുത്തേക്ക് കൂടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ട്. മാക്സിമം ഡിസ്റ്റൻസ് of an object that can be clearly and distinctly seen by the eye. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന maximum distance of an object is called far point of the eye. Far point. എന്താ far point? ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഒരാൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മാക്സിമം ഡിസ്റ്റൻസ്. നമ്മളെ കണ്ണ് വളരെ ചെറുതാണ്. ഒരുപാട് 200-300 മീറ്റർ ദൂരത്തും കാണാൻ കഴിയും. വിമാനത്തെ കാണാൻ കഴിയുന്നുണ്ട്. എത്രയോ മീറ്റർ കണക്കുന്ന ഹൈറ്റിൽ വിമാനം കാണാൻ കഴിയുന്നുണ്ട്. ഒരു നോർമൽ കണ്ണിനെ സംബന്ധിച്ചോളം ഈ ഫാർ പോയിന്റ് ഈസ് ഇൻഫിനിറ്റി എന്നാ പറയാം. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഡോണ്ട് കൺഫ്യൂസ് ദാറ്റ്. ഇവിടെ നോക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസ് കാണുന്ന ഇരിക്കരുത്. ഒരുപാട് ദൂരം ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിയർ പോയിന്റ്, ഞാൻ പറയപ്പെട്ടു, നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആണ്. സാധാരണ കണ്ണിനെ സംബന്ധിച്ചോളം നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആണ്. അത് 25 കറക്റ്റ് അല്ല. ചിലപ്പോൾ 25 പോയിന്റ് സംതിങ് ആവാം, 26 ഒക്കെ ആവാം. അത് 1 മീറ്റർ 2 മീറ്റർ ഒക്കെ ആണെങ്കിൽ ആ കണ്ണിന്റെ കുഴപ്പമാണ്. അത് 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ അതും കണ്ണിന്റെ കുഴപ്പമാണ്. അപ്പൊ നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ, ഫാർ പോയിന്റ് ഇൻഫിനിറ്റി. അപ്പൊ അതിനർത്ഥം എന്റെ കണ്ണിന് നിയർ പോയിന്റ് ഫാർ പോയിന്റ് ഇതാണെങ്കിൽ ഈ നിയർ പോയിന്റേയും ഫാർ പോയിന്റ് ഇടയിലുള്ള ദൂരമാണ് ഒബ്ജക്റ്റ് ആണ് കൃത്യമായി കാണാൻ കഴിയുക, ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുക. ദ റീജിയൻ ബിറ്റ്വീൻ നിയർ പോയിന്റ് ആൻഡ് ഫാർ പോയിന്റ് ഈസ് കോൾഡ് റേഞ്ച് ഓഫ് വിഷൻ. റേഞ്ച് ഓഫ് വിഷൻ എന്ന് പറയും. കണ്ണുകൊണ്ട് കാണാവുന്ന ആ റേഞ്ച്, ഇറ്റ് ഇസ് കോൾഡ് റേഞ്ച് ഓഫ് വിഷൻ. ആൻഡ് ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലെൻസിനെ സംബന്ധിച്ചോളം അതിന്റെ ഫോക്കൽ ലെങ്ത് ഇക്വേഷൻ ആണ് 1/f = അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുകൾ ചെയ്തിട്ടുണ്ടാവും. f = uv/u+v. അപ്പോൾ u എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, v ഇമേജ് ഡിസ്റ്റൻസ്. ഈ യു വി മാറുന്നതനുസരിച്ച് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. ഫോക്കൽ ലെങ്ത് അവിടെ ഫിക്സഡ് ആണ്. യു മാറുന്നതനുസരിച്ച് വി മാറുന്നല്ലാതെ ഫോക്കൽ ലെങ്ത് ഫിക്സഡ് ആണ്. ഒരു ലെൻസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഫോക്കൽ ലെങ്ത് ഫിക്സഡ് ആണ്. പക്ഷേ കണ്ണിന്റെ ലെൻസ് ഇങ്ങനെ ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ഉള്ളതാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിശ്ചിത പൊസിഷനിലെ ഒബ്ജക്ട് മാത്രമേ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുള്ളൂ നമുക്ക്. എന്നാൽ കണ്ണിന്റെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് മാറുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് ഈ ലെൻസിന്റെ കർവേച്ചർ മാറിക്കൊണ്ടിരിക്കും. അതിന്റെ കർവേച്ചർ, അതിന്റെ വളവ് അത് മാറിക്കൊണ്ടേയിരിക്കും. ഫോക്കൽ ലെങ്ത് ബന്ധപ്പെട്ട ഇക്വേഷൻ 1/f = mu - 1 × 1/r1 - 1/r2. r1 r2 അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ r1 r2 മാറുന്നതനുസരിച്ച് ഫോക്കൽ ലെങ്ത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ കണ്ണിന്റെ ഫോക്കൽ ലെങ്ത് ഒരിക്കലും ഫിക്സഡ് അല്ല. പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് മാറുന്നതനുസരിച്ച് കണ്ണിന്റെ ഫോക്കൽ ലെങ്ത് മാറിക്കൊണ്ടേയിരിക്കും. കണ്ണിന് ഈ ഒരു കഴിവ് കൊടുക്കുന്നത്, ചെയ്യുന്നത് ആക്ച്വലി അതിലെ സിലിയറി മസിൽസ് ആണ്. നേരത്തെ പഠിച്ചിട്ടുണ്ട് സിലിയറി മസിൽസ്. Ability of the eye to adjust the focal length of the eye lens according as the position of the object is called power of accommodation. അല്ലെങ്കിൽ simply accommodation എന്ന് പറയാറുണ്ട്. Power of accommodation or accommodation. Ability of the eye lens to adjust its focal length according as the position of the object is called power of accommodation. സോ കണ്ണിന്റെ ബേസിക് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതുവരെയും കൂടെ സംസാരിച്ചത്. വാട്ട് ആർ ദ ഡിഫക്ട്സ് ഓഫ് ദ ഐസ്? കണ്ണിന്റെ ഇമ്പോർട്ടന്റ് ഡിഫക്ട്സ് എന്ത്, കംപ്ലൈന്റുകൾ എന്ത്, രോഗങ്ങൾ എന്ത്? ദാറ്റ് ഡിസ്കസ് നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ ഗുഡ് ബൈ.